ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു സുവർണ തലമുറ പടിയിറങ്ങുകയാണ്. T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ് 3 താരങ്ങൾ. ഒപ്പം തന്നെ ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡിന്റെയും അവസാന മത്സരമായിരുന്നു ഈ ലോകകപ്പ് ഫൈനൽ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 താരങ്ങളാണ് ഒറ്റയടിക്ക് പടിയിറങ്ങുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള വിരാട് കോഹ്ലി, ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആയിട്ടുള്ള രവീന്ദ്ര ജഡേജ. ഇവർ 3 പേരും പടിയിറങ്ങുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നത് ഇത് കുറച്ച് നേരത്തെ ആയി പോയോ എന്നുള്ളതാണ്. രോഹിത് ശർമ്മയ്ക്ക് 37 വയസ്സാണ്, വിരാട് കോഹ്ലിക്ക് 35 വയസ്സാണ്, രവീന്ദ്ര ജഡേജയ്ക്ക് 35 വയസ്സാണ്. ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷങ്ങളിൽ ആ ഒരു ഗെയിമിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് അതിന് ഏറ്റവും ഒരു കുളിർമയുണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഏറ്റവും നല്ലൊരു സമയത്ത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 2011 ലോകകപ്പ് വിജയത്തിന് ശേഷമാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സമയമാണ് ലോകകപ്പ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു റൈറ്റ് ആയിട്ടുള്ള ടൈമാണ്, അവരുടെ തീരുമാനമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 3 ഫോർമാറ്റിലും ഒരുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ഒരു മാച്ചിന്റെ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് അത്ര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ടീം ബാർബഡോസിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ടീം ഇപ്പോൾ സിംബാബ്വേയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ശ്രീലങ്കൻ ടൂർ പോകാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളാണ് ഇന്ത്യയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 ഫോർമാറ്റിലും ഒരുപോലെ കളിച്ചു പോവുക എന്നുള്ളത് ഒരു താരത്തിനും ഒട്ടും ഈസി അല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെയായിരിക്കണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ജഡേജയും പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അവരുടെ ചില റെക്കോർഡുകൾ, ചില പ്രത്യേകതകൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ രോഹിത് ശർമ്മയുടെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനങ്ങളെല്ലാം തന്നെ മികച്ചതായിരുന്നു. എനിക്ക് പക്ഷേ അതിനേക്കാളും ഒക്കെ എക്സലന്റ് ആയിട്ട് തോന്നിയത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയാണ്. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ ലോകകപ്പിൽ ഇന്ത്യയെ ലീഡ് ചെയ്തതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഓരോ ബോളിംഗ് ചേഞ്ചുകളും ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ വ്യത്യാസങ്ങളും എല്ലാം തന്നെ എക്സലന്റ് ആയിരുന്നു. ചില എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ റിസ്വാനെ ഔട്ടാക്കാനായിട്ട് ഇടയിൽ ബുംറയെ കൊണ്ടുവന്ന ഒരു ബൗളിംഗ് ചേഞ്ച്, അതുപോലെ ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിൽ പവർ പ്ലേയിൽ ഡേവിഡ് വാർണറിനെയും ട്രാവിസ് ഹെഡിനെയും പിടിച്ചു കെട്ടാനായിട്ട് ബുംറയെ 2 ഓവർ എറിയിച്ചത്, ബാറ്റിംഗ് ഓർഡറിൽ അക്സർ പട്ടേലിനെ പലപ്പോഴും കയറ്റി വിട്ടത്, USA ഒന്നും കളിപ്പിക്കാതിരുന്ന കുൽദീപ് യാദവിനെ വെസ്റ്റ് ഇൻഡീസിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളറായിട്ട് ആ ലൂപ്പിൽ നിർത്തിയത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി, അദ്ദേഹം നല്ല ക്യാപ്റ്റൻ ആണെന്നുള്ളത് ഇതിനു മുമ്പ് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ഒരു കാരണമാണ്. കാരണം 5 പ്രാവശ്യമാണ് IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹം കിരീടം നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ്സിനെ പറ്റിയൊന്നും ആർക്കും ഇവിടെ സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ക്യാപ്റ്റൻസി റെക്കോർഡ്സിനെ പറ്റി പറയുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി റെക്കോർഡ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഈ T20 ഇന്റർനാഷണൽ അരങ്ങേറിയതിനു ശേഷം 2007 ലോകകപ്പിലാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ആ 2007 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കപ്പ് നേടുകയും ചെയ്തു. ആദ്യത്തെ T20 ലോകകപ്പായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം കളിച്ചിരിക്കുന്ന ഈ T20 ഫൈനലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വേണ്ടിയല്ല, ഇപ്പോൾ IPL ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യ കപ്പ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആ ടൂർണമെന്റുകളിലെല്ലാം തന്നെ ഒരു ടൂർണമെന്റിൽ ഒഴിച്ച് എല്ലാ ടൂർണമെന്റിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ റെക്കോർഡാണ്. 12 ടൂർണമെന്റുകളുടെ ഫൈനലിലാണ്, ലോകകപ്പും IPL അടക്കം 12 ടൂർണമെന്റുകളുടെ ഫൈനലിലാണ് രോഹിത് ശർമ്മ കളിച്ചിട്ടുള്ളത്. ആ 12 ടൂർണമെന്റുകളിൽ 2014 T20 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ മാത്രമാണ് അദ്ദേഹം പരാജയം പറഞ്ഞത്. ആ ഒരു മത്സരത്തിലാണ് ശ്രീലങ്കയുമായിട്ട് ഇന്ത്യ പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഈ T20 ലോകകപ്പിന്റെ അല്ലെങ്കിൽ IPL ഒക്കെ ഫൈനലിലേക്ക് അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ഫൈനലുകളിലാണ് അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തിരിക്കുന്നത്. ആ 8 ഫൈനലിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് രോഹിത് ശർമ്മയുടെ എന്ന് പറയാതിരിക്കാനാവില്ല. എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും അദ്ദേഹത്തിന് ഈ ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും ട്രാക്ക് റെക്കോർഡുകളും എക്സലന്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനങ്ങൾ, ഏറ്റവും 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചുകൾ ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതി, അത് അടിച്ച് തകർക്കുകയാണ്. മിച്ചൽ സ്റ്റാർക്കിനെയൊക്കെ പോലെയുള്ള ഒരു ബോളറെ അദ്ദേഹം എത്ര ലാഘവത്തോടെയാണെന്ന് ബാറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു വലിയ മെസ്സേജാണ്.
ഇന്ത്യൻ ടീമിലുള്ള മറ്റു ബാറ്റർമാർക്ക്, മറ്റു താരങ്ങൾക്ക് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. അതായത് ഇതിൽ നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ലോകകപ്പിൽ അടിച്ചു കളിക്കുക, ആക്രമിച്ചു കളിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പാറ്റേൺ. എനിക്ക് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഒരു ലീഡർ എന്ന് പറയാനാണ്. ലീഡർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്, മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അതാണ് ചെയ്തത്. ഞാൻ ഇങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, ഇങ്ങനെ അഗ്രസീവായിട്ടാണ് ഞാൻ ഈ ടൂർണമെന്റിൽ കളിക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്തു എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം ടീമിന് കൊടുത്തത് എന്നുള്ളതാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പഴയ കാലഘട്ടത്തിലെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാജാവും സൈന്യാധിപനും ഉണ്ടാവും. രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ആളാണല്ലോ, സൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ ആ സൈന്യത്തിന്റെ അധിപനാണ്, സൈന്യത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം, രാജാവ് കൂടുതലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ചെയ്യുക, പക്ഷേ സൈന്യാധിപനായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അദ്ദേഹമായിരിക്കും മുന്നിൽ നിന്ന് പട നയിക്കുന്നത്. അപ്പോൾ ഈ പടയാളികളുടെ കൂടെ ഒപ്പം നിന്ന് പട നയിക്കുന്ന ആളെയാണ് നമ്മൾ സൈന്യാധിപൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ക്യാപ്റ്റനും ലീഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം മുന്നിൽ നിന്ന് പട നയിക്കുവാണ്, ഇറങ്ങുവാണ്, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കുവാണ്. അതായത് ഇതാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. എക്സലന്റ്, താങ്ക് യു രോഹിത് ശർമ്മ, വേറെ ഒന്നും പറയാനില്ല. ഇത്രയും മനോഹരമായ ചില ഇന്നിങ്സുകൾ, എത്ര ഗ്രേസ് ആണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണാനായിട്ട്. അദ്ദേഹം റിട്ടയർ ചെയ്യാന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് 2020 നിന്ന് റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. പക്ഷേ ഇനിയും ടെസ്റ്റിലും ഏകദിനത്തിലും ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. ഇനി അടുത്തത് കിങ് കോഹ്ലി. കിങ് കോഹ്ലിനെ പറ്റി പറയുമ്പോൾ ഈ ടൂർണമെന്റിൽ ഏറ്റവും പഴി കേട്ട ഒരു താരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര മനോഹരമായിട്ടുള്ള മാച്ചുകൾ, അല്ലെങ്കിൽ എത്രയും ടൈറ്റ് ആയിട്ടുള്ള മാച്ചുകളൊക്കെയാണ് അദ്ദേഹം നമ്മളെ ജയിപ്പിച്ചിട്ടുള്ളത്. ഒരു ടൂർണമെന്റിൽ കുറച്ച് മാച്ചുകൾ അടിക്കാതെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു തലയ്ക്ക് വേണ്ടിയുള്ള മുറവിളി എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും അത് അങ്ങോട്ട് ദഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇന്ത്യൻ ടീമിൽ ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഈ ഫീൽഡിങ്ങിലൊക്കെ ഇത്രയും വലിയൊരു ഫിറ്റ്നസ് വേണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ മസിൽ പിടിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്ത ഒരു താരമാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ മത്സരങ്ങളിലെ കോൺട്രിബ്യൂഷൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകകപ്പിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം നിറമങ്ങി പോയിട്ടുണ്ടാവുക, എങ്കിലും അദ്ദേഹം ഫൈനലിൽ ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിക്കറ്റ് പ്രാന്തന്മാർ എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട്, അതിലൊരു പോസ്റ്റ് വന്നിരുന്നത് ഞാൻ എടുത്തു വെച്ചിരുന്നു. അത് ആ പോസ്റ്റ് എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. രാജ്യം കീഴടക്കണമെങ്കിൽ ആദ്യം രാജാവിനെ കീഴടക്കണം എന്നുള്ളതായിരുന്നു ആ പോസ്റ്റ്. അതായത് ഇന്ത്യ പിടിച്ചടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയെ തോൽപ്പിക്കണമെങ്കിൽ കോഹ്ലിയെ ഔട്ടാക്കണം എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം ഫൈനലിൽ നല്ല മികച്ച രീതിയിൽ ചെയ്യുകയും ചെയ്തു. ഏതായാലും കോഹ്ലിയുടെ കുറെ സ്റ്റാറ്റ്സ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഇല്ലാത്തതെന്ന് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ഏറ്റവും കൂടുതൽ 50 നേടിയ താരം, ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള താരം, 2 ലോകകപ്പുകളിൽ, അതായത് 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയ താരം, ഇങ്ങനെ എക്സലന്റ് ആയിട്ടുള്ള എന്തൊക്കെ റെക്കോർഡ്സ് ആണോ ഉള്ളതെന്ന് തന്നെ അറിയില്ല. അത്രത്തോളം റെക്കോർഡ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഇതിൽ. ഈ 2020 ലോകകപ്പിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. കിങ് കോഹ്ലി വിട പറയുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്നെ പോലുള്ള ഒരു ക്രിക്കറ്റ് ആരാധകന് അത് സഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ രോഹിത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനിയും ടെസ്റ്റിലും ഏകദിനത്തിലും അദ്ദേഹത്തിനെ കാണാം, IPL പോലെയുള്ള മത്സരങ്ങളിലും അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷേ T20 ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കേണ്ട സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം വിരമിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാളും സന്തോഷം തരുന്ന ഇനിയൊരു അവസരം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ടായിരിക്കണം അവർ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോഹ്ലിയുടെ ഇനിയും ബാല്യം ബാക്കിയുണ്ടെന്നുള്ളതാണ്. 35 വയസ്സെന്ന് പറഞ്ഞാൽ കോഹ്ലിയെ പോലെ ഒരു താരത്തിന്, ഇത്രയും ഫിറ്റ്നസ്സിൽ നിൽക്കുന്ന ഒരു താരത്തിന് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് എന്തായാലും അതൊരു തീരാ നഷ്ടം തന്നെയായിരിക്കും. ഇനി എന്തൊക്കെ വിമർശകർ പറഞ്ഞാലും അതൊരു തീരാ നഷ്ടം തന്നെയായിരിക്കും. താങ്ക് യു വിരാട് കോഹ്ലി, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഹാറ്റ്സ് ഓഫ് ടു യു. പിന്നെ അടുത്ത ഒരു താരം എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ. ഒരു 3 ഡയമെൻഷൻ പ്ലെയർ. 3 ഡയമെൻഷൻ പ്ലെയർ എന്ന് പറയുമ്പോൾ 3D പ്ലെയർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇതിനു മുമ്പ് വിവാദം ഉണ്ടായിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ശരിക്കും പറയേണ്ടത് രവീന്ദ്ര ജഡേജയെ പറ്റിയിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടൂർണമെന്റിൽ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഒരു ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ വിഷയമേ അല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ബാറ്റിങ്ങിന് വിട്ടാൽ ബാറ്റ് ചെയ്ത് റണ്ണടിക്കും, ബോൾ ചെയ്യാൻ പറഞ്ഞാൽ ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കും, അതുപോലെ തന്നെ ഒരു 10-15 റണ്ണ് ഫീൽഡ് ചെയ്ത് സേവ് ചെയ്യും. ഇത്രയും നല്ല ഒരു താരം, അതായത് ഇത്രയും നല്ലൊരു കോൺട്രിബ്യൂട്ടർ ടീമിന് വേണ്ടിയിട്ട് അണ്ടർ-19 ലോകകപ്പ് തൊട്ട് വിരാട് കോഹ്ലിയുടെ കൂടെയുള്ള ഒരു താരമാണ് അദ്ദേഹം അതിൻ്റെ അത് കോഹ്ലി റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ച ഒരു സമയത്ത് തന്നെ അദ്ദേഹവും ഇതിൽ നിന്ന് വിട പറയുകയാണ്. ഈ 2020 ഫോർമാറ്റിൽ നിന്ന് ഇനി കളിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏകദിനത്തിലും ടെസ്റ്റിലും ഒക്കെ അദ്ദേഹം വീണ്ടും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു നല്ല ഒരു 3 ഡയമെൻഷൻ പ്ലെയർ ആയിരുന്നു, നല്ല പെർഫോമർ ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി. എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഒരിക്കലും
ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം അത്രത്തോളം ഒന്നും റേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ അല്ല. പക്ഷെ എനിവേ താങ്ക് യു രവീന്ദ്ര ജഡേജ, എക്സലന്റ് ആയിട്ടുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് ഇന്ത്യക്ക് നൽകിയതിന്. ഇനി അവസാനം നമ്മളുടെ വൻമതിൽ, അതായത് ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡും ഈ മത്സരത്തോടുകൂടി ഇന്ത്യൻ ടീമിനോട് വിട പറയുകയാണ്, ലോകകപ്പ് ജയത്തോടുകൂടി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോകകപ്പിൽ, അതായത് 2023 ഏകദിന ലോകകപ്പോട് കൂടി തന്നെ അദ്ദേഹം വിട പറയേണ്ടതായിരുന്നു. പക്ഷേ BCCIയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ലോകകപ്പ് വരെ അദ്ദേഹം തുടർന്നത് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. രാഹുൽ ദ്രാവിഡിനെ പറ്റി പറയുമ്പോൾ രാഹുൽ ദ്രാവിഡിന് എത്രത്തോളം റെസ്പെക്റ്റ് ആണ് ടീമിൽ നിന്ന് കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ ട്രോഫി മേടിച്ചതിന് ശേഷം വിരാട് കോഹ്ലി, എനിക്ക് തോന്നുന്നു ആ ട്രോഫി മേടിച്ച് ചെറിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആദ്യം പരതിയത് രാഹുൽ ദ്രാവിഡ് എവിടെയാണെന്നാണ്. ആ ട്രോഫി പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയി രാഹുൽ ദ്രാവിഡിനെ കൊടുക്കുന്നു. പിന്നെ രാഹുൽ ദ്രാവിഡ് കാണിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് പോലും ഇത്രയും ഇന്നസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്, ഒരു കുട്ടികളെ പോലെ അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അത് പിടിച്ച് തുള്ളുന്നു, ആ പ്ലെയേഴ്സിന്റെ കൂടെ കിടക്കുന്നു, ഇങ്ങനെയൊന്നും. രാഹുൽ ദ്രാവിഡ് ഭയങ്കര ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പ്ലെയറാണ്. 1-2 പ്രാവശ്യം അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം വളരെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു താരമാണ് രാഹുൽ ദ്രാവിഡ്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഈ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ, ഫൈനലിന്റെ ലാസ്റ്റ് 3 ബോളുള്ളപ്പോൾ പോലും അദ്ദേഹത്തിന്റെ നോട്ട് പാഡിൽ എഴുതിക്കൊണ്ടിരിക്കുക, ഓരോന്നും എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളില്ല ഇനി ഈ മത്സരം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടീമിന്റെ ഭാഗമല്ല, പിന്നെ എന്തിനാണ് ഇത് എഴുതുന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അപ്പോഴും ഹീസ് കമ്മിറ്റഡ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, കമ്മിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഡാറ്റ അനലിസ്റ്റിന്റെ കൂടെയുള്ള അദ്ദേഹം സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയൊക്കെ. ഈ ഡാറ്റ അനലിസ്റ്റിന് വലിയ റോൾ ഉണ്ട് കേട്ടോ ഇന്ത്യൻ ക്രിക്കറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ടീമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, ഇപ്പോൾ ഈ വെസ്റ്റ് ഇൻഡീസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഈ വിൻഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട് ഇതിൽ. അപ്പോൾ അതിലൊക്കെ ഈ ഡാറ്റ അനലിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. അവരുടെ കൂടെ അദ്ദേഹം സമയം സ്പെൻഡ് ചെയ്യുന്നത്, മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് അദ്ദേഹം ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നതും ഈ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതും. ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ആ ഫൈനലിന്റെ തലേ ദിവസം പോലും അദ്ദേഹത്തിനോട് ഇന്റർവ്യൂവിന് വിരാട് കോഹ്ലിയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു കോൺഫിഡൻസ്, ആ ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു രീതി, അത് ശരിക്കും അത്രയും റെസ്പെക്റ്റ് ആണ് പ്ലെയേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരിയർ നമുക്കറിയാം, ഒരുപാട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം. പക്ഷേ പലപ്പോഴും അതിനനുസരിച്ച് പഴി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. 2007 ലോകകപ്പിൽ ക്യാപ്റ്റനായിട്ട് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയി അവിടെ നിന്ന് ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റു പുറത്തായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിന്റെ വീടിന് വലിയ സുരക്ഷയൊരുക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. ആ മണ്ണിൽ തന്നെ ലോകകപ്പ് നേടി അതിനെല്ലാം പ്രതിവിധി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ ഈ ലോകകപ്പിൽ വിജയിച്ച് അദ്ദേഹം തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ജാമി എന്നാണ് അദ്ദേഹത്തിനെ അടുത്ത കൂട്ടുകാരെല്ലാവരും വിളിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ജാം കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം, സുജിത് സോമസുന്ദർ എന്ന് പറയുന്ന പഴയ കർണാടക പ്ലെയർ എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കുന്നത് ജാമി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു രാഹുൽ ദ്രാവിഡ്, ഇത്രയും മനോഹരമായി ഇന്ത്യനെ മോൾഡ് ചെയ്തെടുത്തതിന്. കാരണം അണ്ടർ-19 കാറ്റഗറി തൊട്ട് പല താരങ്ങളെയും അദ്ദേഹം ഒറ്റയടിക്ക് ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് വന്നതല്ല, പതുക്കെ പടിപടിയായിട്ട് അണ്ടർ-19 ആദ്യം ജൂനിയർ ലെവലിൽ ചെയ്തു, പിന്നെ സീനിയർ ലെവൽ, അങ്ങനെ വന്നതാണ്. ഒരുപാട് താരങ്ങളെ അദ്ദേഹം ഈ കളി പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു കൾച്ചർ പഠിപ്പിച്ചതിന് ഒരുപാട് താങ്ക് യു പറയുകയാണ്. ഏതായാലും ഒരുപാട് മഹാരഥന്മാർ ഈ ലോകകപ്പോട് കൂടി ഇന്ത്യൻ ടീമിൽ നിന്ന് വിട പറഞ്ഞു. ഒപ്പം തന്നെ ലോക ക്രിക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് മഹാരഥന്മാർ വിട പറഞ്ഞിരിക്കുകയാണ്. ഡേവിഡ് വാർണർ വിട പറഞ്ഞു, ആദ്യം തന്നെ ട്രെന്റ് ബോൾട്ട് വിട പറഞ്ഞു, ഡേവിഡ് വീസെ വിട പറഞ്ഞു, ഡേവിഡ് മില്ലറും വിട പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് മികച്ച താരങ്ങളാണ് ഈ ലോകകപ്പോട് കൂടി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന്, അതായത് 2020 ക്രിക്കറ്റിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനിയും ക്രിക്കറ്റ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സിംബാബ്വെ ടൂറിന്റെ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്ത്യൻ ടീം ഓൾറെഡി അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ബാർബഡോസിൽ നിന്ന് ഇന്ത്യൻ ടീം എത്തുന്നു. അവരുടെ സ്വീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഇനി അടുത്ത ദിവസം വരാൻ പോകുന്നത്. ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.